ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചനവേൾ. ഇന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരു ബിഹേവ് ആയിരിക്കും നിങ്ങളോട് കാണിക്കുന്നത്. അതായത് നിങ്ങളെ ഇവർക്ക് ഒരിക്കലും നഷ്ടപ്പെടുത്തുവാൻ സാധിക്കത്തില്ല. നിങ്ങളെപ്പോഴും പ്രൊട്ടക്റ്റീവായിട്ട് വയ്ക്കണം എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ബിഹേവ് ആയിരിക്കും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവുക. ഇനി ഇവർ നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങളെ വീണ്ടും സ്വന്തമാക്കാൻ വേണ്ടി എഫേർട്സ് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി വളരെയധികം കോൺഷ്യസ് ആവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആര് എന്നൊക്കെ ഇവർ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നതായിട്ടും കുറച്ചും കൂടെ കോൺഷ്യസ് ആവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾക്ക് വേറെ ഫ്രണ്ടുമായിട്ട് സംസാരമൊക്കെ ഉണ്ടെങ്കിൽ ഇവർ അതൊക്കെ ശ്രദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇതുകൂടാതെ ഇന്നത്തെ ദിവസം ഇവർക്ക് ഭയങ്കര ചിലവ് അധികമാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇന്നത്തെ ദിവസം ഇവർ ഒരു ജലസി ആയിട്ട് നിങ്ങളോട് പെരുമാറുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളോട് ഇവരുടെ സ്നേഹം ഷോ ഓഫ് ചെയ്തിട്ടില്ല എന്നിട്ടുണ്ട് എങ്കിൽ ഇനി ഷോ ഓഫ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം. കാരണം ഇവർക്ക് ഒരു പേടിയാണ് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ കൂടുതൽ പ്രൊട്ടക്റ്റീവൊക്കെ ആവുന്നത്. ഇവിടെ മുമ്പ് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും ഇവരുടെ പിറകേ ഉണ്ട്, അൺകണ്ടീഷണൽ ലവ് ആയിട്ട്. ഇപ്പോൾ നിങ്ങൾ കുറച്ച് ഒരു അകൽച്ച വച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഇവർക്കൊരു സംശയം തോന്നി തുടങ്ങി, നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ, അതുകൊണ്ട് ഒരു പേടിയായി ഇവർക്ക്. അതുകൊണ്ടാണ് നിങ്ങളോട് ഇന്നത്തെ ദിവസം കൂടുതലായിട്ട് പൊസസീവും പ്രൊട്ടക്റ്റീവും നിങ്ങൾ കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് എല്ലാം ചെയ്യുന്നത്. ഇവരുടെ മനസ്സിൽ ഒത്തിരി ഇലൂഷൻസ് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഇലൂഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനി നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും സിറ്റുവേഷനിൽ സ്റ്റക്കാണ് എങ്കിൽ, അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സ്റ്റക്കാണ് എങ്കിൽ ഇവർ ചിന്തിക്കുന്നത്, ഞാനിവിടെ ബന്ധനത്തിലാണല്ലോ, എനിക്ക് ഈ ബന്ധനത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നില്ല, പക്ഷേ എൻ്റെ പാർട്ണർ നല്ല സന്തോഷമായിട്ടാണല്ലോ ഇരിക്കുന്നത്, ആ സന്തോഷത്തിന് കാരണം എന്താണ്? ഇങ്ങനെ ഇവരുടെ മനസ്സിൽ ഇങ്ങനെ ഇലൂഷൻസ് വന്നുകൊണ്ടിരിക്കും നിങ്ങളെക്കുറിച്ചുള്ള. ഇന്നത്തെ ദിവസം ടെൻഷൻ കൂടുന്നതായിട്ടും ജലസി കൂടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഇവർ ആ രീതിയിലുള്ള പോസ്റ്റ് എന്തെങ്കിലും ഇടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് അത് കാണുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരണം. അതായത് ഇവർ ഇടുന്ന പോസ്റ്റ് കണ്ടിട്ട് ഒന്നുകിൽ നിങ്ങൾ ഇവർക്ക് മെസ്സേജ് ചെയ്യും, ഇതെന്താ ഇങ്ങനെ ഇട്ടേക്കുന്നത്, ഞാൻ നിങ്ങളുടേത് മാത്രമല്ല, പിന്നെ എന്താ നിങ്ങൾ എന്നെ വഞ്ചിക്കുകയാണോ, അതായത് നിങ്ങളെ എങ്ങനെയെങ്കിലും ഇവരുടെ അടുത്ത് എത്തിക്കണം. അതിന് വേണ്ടി കോളിലൂടെ മെസ്സേജിലൂടെയോ ഇവരുടെ അടുത്ത് എത്തിക്കണം. അതിന് വേണ്ടി ഇവർ ആ രീതിയിലുള്ള പോസ്റ്റോ എന്തോ ഇടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പക്ഷേ നിങ്ങൾ ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ട് പോലും ഒരു റിയാക്റ്റും ചെയ്തിട്ടില്ല എങ്കിൽ ഇവരുടെ സംശയം കൂടുതലായിട്ട് ഇതാവും. കാരണം നിങ്ങളുടെ ലൈഫിൽ വേറൊരു വ്യക്തിക്ക് സ്ഥാനം വന്നു കഴിഞ്ഞു, അതാണ് ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് പോലും പ്രതികരിക്കാത്തത് എൻ്റെ പേഴ്സൺ എന്നുള്ള ആ രീതിയിൽ സംശയിക്കുക. ഇന്നത്തെ ദിവസം ഇവരുടെ ഒരു കണ്ണ് നിങ്ങളുടെ മേലെ തന്നെയായിരിക്കും. കാരണം സ്പൈ ഭയങ്കരമായിട്ട് ഇന്നത്തെ ദിവസം ഇവർ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള. ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ സന്തോഷമായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഒരു ഡീപ്പ് ഇടുകയാണ് എങ്കിൽ പിന്നെ തീർന്നു, നിങ്ങളുടെ പേഴ്സണ് അത് മതി. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ അല്ല എങ്കിൽ അവർക്ക് ഒരിക്കലും സന്തോഷമായിട്ടല്ല അവർ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണ് ഉള്ളത്, ഇവർ ഭയങ്കര വിഷമമായിട്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്തെത്തിയാൽ മാത്രമേ ഇവർക്കും ഹാപ്പി ആവാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇവർ ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ് നിങ്ങളുമായിട്ട് എങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഞാൻ അവരെ വിട്ടുകളഞ്ഞില്ലേ, ഞാനിനി എങ്ങനെ അവരെ തിരികെ സ്വന്തമാക്കും, ഞാനായിട്ടല്ലേ അവരുമായിട്ട് ഡിസ്കണക്റ്റ് ആയത് എന്നൊക്കെ വിചാരിച്ചിങ്ങനെ വിഷമിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങളുടെ സ്നേഹത്തിൽ ഇവരുടെ ദിവസം പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുമായിട്ട് ഡിസ്കണക്റ്റ് ആയിട്ടാണുള്ളത് ഇവർ എങ്കിൽ ഇവർ വിചാരിക്കുന്നത്, നിങ്ങളെപ്പോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഇനി ജീവിതത്തിൽ ഇവർക്ക് വേറെ കിട്ടത്തില്ല. എനിക്ക് എങ്ങനെ തോന്നി എൻ്റെ പാർട്ട്ണറിനെ ഇങ്ങനെ വേദനിപ്പിക്കാൻ, ഞാൻ ഇനി എന്ത് ചെയ്താലാണ് എൻ്റെ പേഴ്സണെ എനിക്ക് സ്വന്തമാക്കാൻ സാധിക്കുക, അങ്ങനെ ഓരോന്നും ആലോചിച്ച് വിഷമിച്ച് നിങ്ങളുടെ സ്നേഹത്തിൽ തന്നെ ഇവരുടെ ദിവസം ഇന്ന് തള്ളി നീക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ കൂടെയുള്ള ആൾക്കാർ സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരാണ്, പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല. ഇപ്പോഴാണ് നിങ്ങളുടെ ആ ഒരു വില ഇവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവരുടെ എനർജിയിൽ ഒരു ചേഞ്ച് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എനർജി റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.